ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു സ്ഥലം വരെ പോയി. എവിടെയെന്നറിയോ? ഒരു വീട്ടുകൂടലിനെ എൻ്റെ അമ്മേൻ്റെ മാമൻ്റെ വീട്ടുകൂടലാണ് പോയത്. തറവാട് പൊളിച്ചിട്ടാണ് ഈ ഒരു വീട് എടുത്തിട്ടുള്ളത്. ഇതാണ് എൻ്റെ വലിയ മാവൻ. ദൗതുവിനെ എടുത്തതാ നടക്കുന്നുണ്ട് കേട്ടാ. ദൗതു ടാറ്റയെല്ലാം പറയുന്നുണ്ട്. എവിടെയല്ലോ ഉള്ള കണ്ണുകൾ പോകുന്നു. പിന്നെ ഇതാണ് ഹോമങ്ങളൊക്കെ നടന്നത്. പിന്നെ ദൗതു നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഈ ചേച്ചീൻ്റെ അമ്മയാണിത്. നല്ല പാത്രം കഴുകുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. പിന്നെ ഇതാ ഫോട്ടോന് പോസൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ അമ്മേൻ്റെ അനിയത്തി. കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇവരെ വീട് തൃശ്ശൂരാണ്. ഈ ഒരു പരിപാടിക്കായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ ഇതാ കുറേ കാലം കഴിഞ്ഞിട്ട് ആൾക്കാരെല്ലാം കണ്ടുകൊണ്ട് പിന്നെ എന്തൊക്കെയോ സംസാരിച്ച് നിന്നിട്ടാ. പിന്നെ ഇതാ ഇവിടുത്തെ മാമന്മാരത് നല്ല ബിരിയാണിയാണ് വെക്കുന്നത്. യമ്മി. തീയെല്ലാം പാറുന്നുണ്ടാ. പിന്നെ നമ്മൾ പോയത് ഞാനും അമ്മയും ഊത്തുമാണ്. അച്ഛൻ വന്നില്ല, അതുകൊണ്ട് നമ്മൾ ലൈൻ ബസ്സിലാണ് പോയത്. അപ്പോൾ രാവിലത്തെ ബസ്സിന് പോയി. പിന്നെ നമ്മൾ കൂത്തുപറമ്പ് വരെ എത്തി. കാരണം ഈ വീട് കൂത്തുപറമ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഏതാ ഒരേട്ടനോട് നൈസായിട്ട് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് വീട്. അത്യാവശ്യം വലുത് തന്നെയാണ്. ഇത് അമ്മേൻ്റെ വേറൊരു ബന്ധുവാണ്. പിന്നെ ഇത് ഏട്ടനുണ്ട്. പിന്നെ ഇത് അമ്മമ്മ ഇത് ഉറങ്ങാൻ നോക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ആദു. പിന്നെ മാമനും കസിൻസും ആൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ? ഇപ്പം എല്ലാവരും എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ പോയിട്ട് ഇന്നലെ തന്നെ വരേണ്ടതായിരുന്നു. എന്നാൽ പല പല സാഹചര്യങ്ങൾ കാരണം ഇന്ന് രാവിലെയാണ് വന്നത്. എല്ലാവരും ഒന്നിച്ചു ചേർന്ന സന്തോഷമാണ് വയലിലൂടെ ഷോട്ട് പിടിച്ച് പോകുന്നത്. അമ്മയുടെ മൂത്തയുടെ വീട്ടിലേക്കാണ് പോയത്. ആടെയെല്ലാം പോയിട്ട് തിരിച്ചു വന്ന് കുറച്ച് ആൾക്കാരോട് സംസാരിക്കേണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരോട് ഫുഡ് ഉണ്ടാക്കലുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ. പിന്നെ ഞാനത് അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ ഇതാ ഒരു മാമനോട് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ ഇത് ആദുവിൻ്റെ അനിയത്തിയും അമ്മയാണ്. എല്ലാവരും ബിരിയാണി കഴിക്കാനാണ്. പിന്നെ രാത്രി ഇത് എല്ലാവരും ഉറങ്ങുന്നുണ്ട്. ചിലർ വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇതവിടെ ഉദുവും കിടക്കുന്നുണ്ട്. പിന്നെ ബിരിയാണി കഴിച്ചു. ഇത് ഉച്ചത്തെ ബിരിയാണിയാണ്, പക്ഷേ ഇത് ഏറ്റവും ലാസ്റ്റാണ് കേട്ടത്. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.